ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന ടോപ്പിക് ചാനൽ ഓഫ് കോഓപ്പറേഷൻ. Channel cooperation. Each channel members relies on every other member for the free exchange of goods down the channel. Hence, it is in the members' interest to look after each other to some extent. Thus, there should be a harmony between the company and its channel members and between the two channel members. ചാനൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ചാനൽ മെമ്പേഴ്സും ചാനലിൽ നിന്ന് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ അതർ മെമ്പേഴ്സിനെ ആശ്രയിക്കുന്നു. പരസ്പരം ശ്രദ്ധിക്കുന്നത് മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങളിലാണ്. അതിനാൽ കമ്പനിയും അതിൻ്റെ ചാനൽ മെമ്പേഴ്സും രണ്ട് ചാനൽ മെമ്പേഴ്സും തമ്മിൽ യോജിപ്പുണ്ടായിരിക്കണം. മീനിങ് ഓഫ് ചാനൽ കോഓപ്പറേഷൻ. Channel cooperation is an essential part of the effective functioning of the channels. Channel cooperation means compatibility of marketing objectives of manufacturers and other intermediaries. It is a situation in which the market objectives and strategies of the channel members and other manufacturer are the congruent. മീനിങ് ഓഫ് ചാനൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ചാനൽ കോപ്പറേഷൻ അഥവാ ചാനൽ സഹകരണം. ചാനൽ കോപ്പറേഷൻ എന്നാൽ നിർമ്മാതാക്കളുടെയും മറ്റ് ഇടനിലക്കാരുടെയും മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളാണ്. ചാനൽ മെമ്പേഴ്സിൻ്റെയും നിർമ്മാതാവിൻ്റെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഒബ്ജക്റ്റീവ്സും യോജിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിങ് ചാനൽ കോപ്പറേഷൻ. ചാനൽ കോപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഫസ്റ്റ് വൺ, അഗ്രിമെൻറ്റ്സ്. Channel members are supposed to follow the agreements on various issues like carrying the inventory levels, promotional expenditure, credit terms, areas of operations, responsibility of unsold items, cost of transportation, etc. The channel members can agree on target markets so that each member can best direct effort towards meeting the common goal. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ലെവല്, പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് ടേംസ്, സെയിൽ ചെയ്യാൻ പറ്റാത്ത ഇനങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ വിസ്തീർണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തുടങ്ങിയ ചാനൽ മെമ്പേഴ്സും എഗ്രിമെൻറ്റും ഇതിനാൽ ഉണ്ടാകുന്ന വേരിയസ് പ്രോബ്ലംസ് ഫോളോ ചെയ്യേണ്ടതാണ്. ടാർഗറ്റ് മാർക്കറ്റുകളിൽ ചാനൽ മെമ്പേഴ്സിന് യോജിക്കാൻ കഴിയും. അതിലൂടെ ഓരോ മെമ്പേഴ്സിനും പൊതുവായ ലക്ഷ്യം നേടുന്നതിനുള്ള മികച്ച ശ്രമങ്ങൾ നടത്താനാകും. സെക്കൻഡ് വൺ, ഡിഫൈനിങ് ദി ടാസ്ക് ഓഫ് ഈച്ച് മെമ്പർ precisely. Another method is to define the task each member should carry out. The avoids duplication of effort. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡിഫൈനിങ് ദി ഓരോ മെമ്പേഴ്സും നിർവഹിക്കേണ്ട വർക്ക് നിർവഹിക്കുക എന്നതാണ് മറ്റൊരു രീതി. ഇതാണ് രണ്ടാമത്തെ മെത്തേഡിൽ പറയുന്നത്. ഇനി തേർഡ് വൺ, കോ മാർക്കറ്റിംഗ്. The implies a partnership between manufacturers, intermediaries and retailers. The level of cooperation involves pooling of market information and full agreement on strategic issues. ഇത് പറയണത് നിർമ്മാതാക്കൾ, ഇടനിലക്കാർ, ചില്ലറ വ്യാപാരികൾ, അത് പറഞ്ഞാൽ മാനുഫാക്ചറർ, ഇൻ്റർമീഡിയറീസ് ആൻഡ് റീറ്റെയിലേഴ്സ് എന്നിവ തമ്മിലുള്ള പങ്കാളിത്തത്തിന് ഇത് സൂചിപ്പിക്കുന്നു. ഈ സഹകരണം നിലയിൽ മാർക്കറ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു. തന്ത്രപരമായും ഇഷ്യൂ പൂർണ്ണമായ എഗ്രിമെൻറ്റ് എന്നിവ ഉൾപ്പെടുന്നു. അതാണ് മൂന്നാമത്തെ പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മാർക്കറ്റിംഗ് സിസ്റ്റം. അനദർ വേ ഓഫ് ടു foster cooperation is a channel is to establish a vertical marketing system. In a vertical marketing system, channel members formally agree to closely cooperate with one another. A vertical marketing system can also be created by one channel member taking over the functions of another member. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചാനൽ സഹകരണം വളർത്തുന്നതിനുള്ള മറ്റൊരു മാർഗം വെർട്ടിക്കൽ മാർക്കറ്റിംഗ് ആണ്. സംവിധാനം സ്ഥാപിക്കുക എന്നതാണ് ഒരു വെർട്ടിക്കൽ മാർക്കറ്റ് സിസ്റ്റത്തിൽ ചാനൽ അംഗങ്ങൾ പരസ്പരം സഹകരിക്കാൻ ഫോർമലായി സമ്മതിക്കുന്നു. ഒരു ചാനൽ മെമ്പർ ഒരു മെമ്പറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനോടും ഒരു വെർട്ടിക്കൽ മാർക്കറ്റ് സംവിധാനം സൃഷ്ടിക്കാൻ കഴിയും. Fifth one, horizontal marketing system. Horizontal marketing system is one in which two companies at the same channel level, say two manufacturers, two wholesalers or two retailers, agree to cooperate with another to sell their products or to make the most of their marketing opportunities. Horizontal marketing system എന്ന് പറഞ്ഞാൽ ഓരോ ചാനൽ ലെവലിലുള്ള ടു കമ്പനീസ് പറയുന്ന ടു പ്രൊഡക്ട്സ് ടു ഹോൾസെയിലേഴ്സിന് അല്ലെങ്കിൽ ടു റീറ്റെയിലേഴ്സിന് അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നു.
വിൽക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളെ പരമാവധി യൂട്ടിലൈസിനെ മറ്റൊരാളുമായി സഹകരണത്തിന് സമ്മതിക്കുക എന്നതാണ് ഹൊറിസോണ്ടൽ മാർക്കറ്റിംഗ് സിസ്റ്റം പറയുന്നത്. ഇനി ഇതിന് ചാനൽ കോപ്പറേഷൻസിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഒരു 7 ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ഇൻവെൻട്രി റിപ്പണിഷ്മെൻറ്റ്. അത് പറഞ്ഞാൽ സാധനങ്ങളുടെ റിപ്പണിഷ്മെൻറ്റ് വേഗത്തിലാക്കുന്നു. സെക്കൻഡ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് കസ്റ്റമർ സർവീസ്. കസ്റ്റമേഴ്സിൻ്റെ സേവനം ഇംപ്രൂവ് ചെയ്യുന്നു. തേർഡ് വണ്, ഇറ്റ് റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് ബ്രിങ്ങിങ് പ്രൊഡക്ട്സ് ടു ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിലേക്ക് പ്രൊഡക്ട്സ് എത്തിക്കുന്നതിനുള്ള കോസ്റ്റ് കുറക്കുന്നു. ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ടു റിയലൈസ് ദി ഓവറോൾ ചാനൽ ഗോൾസ് ആസ് വെൽ ആസ് മെമ്പേഴ്സ് ഗോൾസ്. ഓവറോൾ ചാനൽ ഗോൾസും മെമ്പേഴ്സ് ഗോൾസും സാക്ഷാത്കരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ഗ്രേറ്റർ ട്രസ്റ്റ് എമംഗ് ചാനൽ മെമ്പേഴ്സ്. ചാനൽ മെമ്പേഴ്സിൻ്റെ ഇടയിൽ കൂടുതൽ ട്രസ്റ്റ്, വിശ്വാസം ഇത് നയിക്കുന്നു. സിക്സ്ത് വൺ എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് ദി ഓവറോൾ ഫങ്ഷനിങ് ഓഫ് ദി ചാനൽ. ചാനലിൻ്റെ ഓവറോൾ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യുന്നു. സെവൻത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് മോർ സാറ്റിസ്ഫൈയിങ് റിലേഷൻഷിപ്പ് എമംഗ് ചാനൽ മെമ്പേഴ്സ്. ചാനൽ മെമ്പേഴ്സിൻ്റെ ഇടയിൽ മോർ സാറ്റിസ്ഫൈയിങ്, കൂടുതൽ റിലേഷന്, അവരുമായിട്ട് ഇടപഴകാനുള്ള കൂടുതൽ റിലേഷൻ വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചാനൽ കോമ്പറ്റീഷൻ. ചാനൽ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഇൻ അഡീഷൻ ടു ദി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മെമ്പേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ദി ചാനൽ മെമ്പേഴ്സ് മേ ഓൾസോ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ചാനലിലെ ഡിഫറെൻറ്റ് ലെവലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ചാനൽ മെമ്പേഴ്സ് പരസ്പരം മത്സരിക്കാം. അപ്പോൾ ചാനൽ മെമ്പേഴ്സ് പരസ്പരം മത്സരിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ മീനിങ് ഓഫ് ചാനൽ കോമ്പറ്റീഷൻ. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആസ് ഓൾറെഡി സ്റ്റേറ്റഡ് ചാനൽ മെമ്പേഴ്സ് മേ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ വിത്ത് എ വ്യൂ ടു അച്ചീവ് ഗ്രേറ്റർ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സ്. Channel competition refers to the efforts by the marketers within a channel of distribution or by channels as a whole to establish dominance over the others. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സെയിലോ പ്രോഫിറ്റോ കൈവരിക്കുന്നതിനായി ചാനൽ മെമ്പേഴ്സ് പരസ്പരം കോമ്പറ്റ് മത്സരിക്കാം. ചാനൽ കോമ്പറ്റീഷൻ എന്നത് സെയിൽ പറഞ്ഞാൽ വിൽപ്പന, ചാനലിനുള്ളിലെ മാർക്കറ്റ് അല്ലെങ്കിൽ ചാനൽ മൊത്തത്തിൽ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള എഫേർട്ടിനെ അത് സൂചിപ്പിക്കുന്നു. ഇതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ for the example, restaurants in a city compete with each other for customers as well as for the best location and supplies. അടുത്തെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ചാനൽ കോമ്പറ്റീഷൻ. ചാനൽ കോമ്പറ്റീഷൻസ് കുറേ 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് വെർട്ടിക്കൽ കോമ്പറ്റീഷൻ. വെർട്ടിക്കൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ചാനൽ മെമ്പേഴ്സ് അറ്റ് ദി ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ദി ചാനൽ. എന്ന് പറഞ്ഞാൽ ഇത് ചാനലിൻ്റെ ഡിഫറെൻറ്റ് ലെവലിലുള്ള ചാനൽ മെമ്പേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ റീറ്റെയിലർ വേഴ്സസ് ഹോൾസെയിലറും റീറ്റെയിലും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ. ഹോൾസെയിലേഴ്സ് വേഴ്സസ് മാനുഫാക്ചർ, അവർ രണ്ടാളും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ. മാനുഫാക്ചറർ വേഴ്സസ് റീറ്റെയിലർ, ഇതാണ് ഇവർ പറയുന്നത്. Second one, horizontal competition. This is a competition between intermediaries of the same type. The rivalries between different retailers such as HMV and Virgin of between Body Shop and Bath and Body Works. ഇതിന് മീൻ എന്ന് വെച്ചാൽ സെയിം ലെവലിലുള്ള ഇടനിലക്കാർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. ഡിഫറെൻറ്റ് റീറ്റെയിലേഴ്സ് HMV ആൻഡ് വെർജിൻ അല്ലെങ്കിൽ ബോഡി ഷോപ്പ്, ബാത്ത്, ബോഡി വർക്ക്സ് എന്നിവ തമ്മിലുള്ള വൈരാഗ്യമാണ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈച്ച് ക്ലാസ് സീക്സ് ടു ഡെവലപ്മെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ഇറ്റ് സെൽഫ് ഫ്രം ഇറ്റ്സ് കോമ്പറ്റേറ്റേഴ്സ്. ഓരോ ക്ലാസ് അതിൻ്റെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് സ്വയം ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. തേർഡ് വൺ, ഇൻ്റർടൈപ്പ് കോമ്പറ്റീഷൻ. എന്താണ് ഇൻ്റർടൈപ്പ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ദിസ് റിഫേഴ്സ് ടു കോമ്പറ്റീഷൻ അറ്റ് ദി സെയിം ലെവൽ ഇൻ ദി ചാനൽ ബട്ട് ബിറ്റ്വീൻ ഇൻ്റർമീഡിയറീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പറയാം, ഡിഫറെൻറ്റ് ഇൻ്റർമീഡിയറീസിൻ്റെ ഇടയിൽ ചാനലിൻ്റെ സെയിം ലെവലിലുള്ള കോമ്പറ്റീഷൻ റിഫർ ചെയ്യുന്നു. അതാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ദി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഓഫ് പ്രൈസ് സ്റ്റോർ വേഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, ദി മർച്ചൻറ്റ് ഹോൾസെയിലേഴ്സ് വേഴ്സസ് ഏജൻറ്റ് ആൻഡ് ബ്രോക്കേഴ്സ്. ഓക്കെ,
ഫോർത്ത് വൺ ചാനൽ സിസ്റ്റം കോമ്പറ്റീഷൻ. ചാനൽ സിസ്റ്റം കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ദിസ് occurs when an entire channel is competing with a different parallel channel. Here a complete channel system in a competition with another channel system. All the groups come together, manufacturer, wholesaler and retailers fight with each other. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലീറ്റ് ചാനൽ സിസ്റ്റം അനദർ ചാനൽ സിസ്റ്റവുമായി കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ മാനുഫാക്ചർ, ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ ഈ ഗ്രൂപ്പ്സ് ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. ഇവർ തമ്മിലൊരു ഫൈറ്റാണ്. അപ്പോൾ എല്ലാ ചാനലും കംപ്ലീറ്റ് വിത്ത് ഡിഫറെൻറ്റ് പാരലൽ ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആർ കോമൺലി ഫൗണ്ട് വേർ ദി പ്രൊഡ്യൂസർ ഓഫ് an item itself on the outlets of distribution for that items. അപ്പോൾ ഇതാണ് ചാനൽ സിസ്റ്റം കോമ്പറ്റീഷനിൽ പറയുന്നത്. ഓക്കെ.